ഏകീകൃത സിവിൽ കോഡും ഇടതുപക്ഷവും എന്ന വിഷയത്തിൽ ന്യൂനപക്ഷ സാംസ്കാരിക സമിതി കണ്ണൂരിൽ സെമിനാർ സംഘടിപ്പിക്കും. ഇപ്പോൾ പ്രകാശ് കാരാട്ട് സംസാരിക്കുകയാണ്. തത്സമയം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഈ വേദിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹുസൈൻ നസ്രാണി, ഖദീജ മുംതാസ്, മുള്ളൂർക്കര മുഹമ്മദ് സഖാഫി, എം.എ. നിസാർ, സഹീദ് റൂബി, ജയരാജൻ, സഹോദരന്മാരെ, കണ്ണൂരിൽ വന്ന് ന്യൂനപക്ഷ സാംസ്കാരിക സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഏകീകൃത സിവിൽ കോഡും അതിനോട് ഇടതുപക്ഷം എടുക്കുന്ന നിലപാടുകളും സംബന്ധിച്ച വിഷയമാണ്. When we discuss the issue of this uniform civil code, we have to keep in mind the background of the events that have taken place in the last 2.5 years or more. In May 2014, the BJP-led government of Narendra Modi came to office. And since then we have seen a systematic effort to impose the Hindutva communal agenda on our country. And as part of that agenda is the targeting of the minorities, particularly the Muslim community. We have seen in the past 2.5 years how such issues are raised which seek to demonize the Muslim community in our country. We have seen how on the question of the protection of the cow, a countrywide campaign has taken place against beef consumption and false charges of cow slaughter in various places, and using that to target and attack, including physical violence against minorities. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ചിടത്തോളം നാം ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. 2014 BJPയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് വളരെ ആസൂത്രിതമായ നിലക്ക് അവരുടെ ഹിന്ദുത്വ വർഗീയ അജണ്ട ഈ രാജ്യത്ത് നടപ്പാക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അജണ്ടയുടെ ഭാഗമായി എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾ ലക്ഷ്യമാക്കപ്പെടുന്നത് എന്നുള്ളതും ഈ കഴിഞ്ഞ 2 വർഷക്കാലം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളുടെ പേരിൽ ന്യൂനപക്ഷങ്ങൾ പൊതുവിലും മുസ്ലിങ്ങൾ വിശേഷിച്ചും ആക്രമിക്കുന്നതിന് വേണ്ടി ഇതിന്റെ ഭാഗമായി ശ്രമം നടക്കുകയാണ്. പശു സംരക്ഷണത്തിന്റെയും അതുപോലെ തന്നെ ബീഫ് ഉപയോഗത്തിന്റെയും എല്ലാം തന്നെ രാജ്യവ്യാപകമായ പ്രചരണം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പശുവിനെ കൊല്ലുന്ന വിഷയം, ബീഫ് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, ഈ വിഷയങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷത്തെ പൊതുവിലും പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ശാരീരികമായി പോലും ആക്രമിക്കാനുള്ള പരിശ്രമങ്ങളാണ് കഴിഞ്ഞ 2.5 വർഷക്കാലമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. One after the other, whether it is the so-called love jihad, whether it is the effort of the RSS and its outfits for Ghar Wapsi, whether it is the attempt to identify terrorism with one community, whether it is the attack on secular intellectuals that have taken place in different parts of the country, including the killing of Govind Pansare or Professor Kalburgi. All these have been part of a planned agenda to show up the minorities
and the Muslim community in particular as being alien to Indian culture, alien to the Indian mainstream, and finally, what the RSS hopes for, the establishment of a Hindu Rashtra where people belonging to other religious faiths can only be second-class citizens. ഒന്നിനു പുറകെ മറ്റൊന്നായി വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ലവ് ജിഹാദിന്റെയും ഖർവാപസിയുടെയും ഒരു പ്രത്യേക മതത്തിന്റെ പേരെ ഭീകരത ആക്ഷേപിക്കുന്നതിന്റെയും മതനിരപേക്ഷ ബുദ്ധിജീവികളെ ഹീനമായി കൊലപ്പെടുന്നതിനുമായ ഒരുപാട് അനുഭവങ്ങൾ ഈ കാലത്ത് നമുക്കുണ്ടായിട്ടുണ്ട്. ഗോവിന്ദ പൻസാരെയും കൽബുർഗിയും ഉൾപ്പെടെയുള്ള സാംസ്കാരിക പ്രവർത്തകർ കൊല്ലപ്പെട്ടത് ഇതിന്റെ ഭാഗമായിട്ടാണ്. ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് വളരെ ആസൂത്രിതമായ ഒരു അജണ്ട ഇന്ത്യയുടെ പൊതുധാരയിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെയും മുസ്ലിങ്ങളെയും അകറ്റി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പൊതു അജണ്ട ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കുകയാണ്. അവരുദ്ദേശിക്കുന്നത് തങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുക്കുക, മറ്റു മതക്കാരെ ഈ രാജ്യത്തിന്റെ പൊതുധാരയിൽ നിന്ന് അകറ്റി മാറ്റിക്കൊണ്ട് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അജണ്ട നടപ്പാക്കുക. ഇതിന്റെ ഭാഗമായാണ് ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. Among the range of issues which have been raised to fulfill this agenda, in that the latest one is the Uniform Civil Code. We all know that in our country, which is vastly diverse, with number of religions, which is multicultural, which is multilingual and multi-ethnic. We know that we have a variety and a range of cultures, customs and personal laws. In those personal laws, we know that there are certain inequalities and defects, but they are not specific to any particular religious community. ഈ അജണ്ട നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ ഇനമാണ് ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള കാര്യം. നമ്മുടെ രാജ്യം നിരവധി നാനാത്വങ്ങളുള്ള ഒരു നാടാണ്. വിവിധ ഭാഷകളും വിവിധ സംസ്കാരങ്ങളും വിവിധ ജീവിത രീതിയുമെല്ലാമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. വിവിധ മതങ്ങൾ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. ഈ മതങ്ങൾക്ക് ഓരോന്നിനും ഏകീകൃതമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ, വ്യക്തി നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളിൽ തുല്യതയില്ലായ്മ ഉണ്ടാവാം, അരുതായ്മയുള്ള കാരണങ്ങൾ ഉണ്ടാവാം. എന്നാൽ ഒരു പ്രത്യേക മതത്തിന്റെ പേരിൽ ഈ കാര്യങ്ങൾ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് വളരെ ബോധപൂർവമായിട്ടാണ്. I would like to take you back to the period when the Constitution of India was being drafted, and after which the first new elected government took office under Jawaharlal Nehru. At that time, a new legislation for bringing some reforms in the Hindu personal law and customs was brought to Parliament. And that Hindu Code Bill, which provided for some rights for women, very limited rights for women, was strongly opposed by various sections, but particularly by the Hindutva and RSS followers. At that time, they raised the cry that this is interfering and tampering with our religious laws and customs. And Dr. Ambedkar, who steered this legislation in Parliament, finally resigned from the cabinet because he was disgusted by the opposition to this Hindu Code Bill from both within the Congress and from outside by the Hindu communal forces. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഭരണഘടനാ രൂപീകരണത്തിന്റെ കാലത്തിലേക്ക് നയിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായ തിരഞ്ഞെടുക്കപ്പെട്ട നെഹ്റുവിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഈ സന്ദർഭത്തിൽ ഹിന്ദു നിയമങ്ങളിൽ, വ്യക്തി നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ, ആചാരങ്ങളിലും നിയമങ്ങളിലുമെല്ലാമുള്ള ചില മാറ്റങ്ങൾ വരുത്തുന്നതിന് ഹിന്ദു കോഡ് ബിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ നിയമനിർമ്മാണത്തിൽ
പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പറ്റാവുന്ന നിലയിലുള്ള ചില പരിമിതമായ ചില അവകാശങ്ങൾ കൊടുക്കുന്നതിന് ആവശ്യമായ നിലക്കുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങൾക്കെതിരായി ഹിന്ദു വിഭാഗത്തിന്റെ മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് RSS ഉൾപ്പെടെയുള്ള ശക്തികളുടെ ഭാഗത്തു നിന്ന് കടുത്ത രൂപത്തിലുള്ള എതിർപ്പുകളാണ് അന്ന് ഉന്നയിക്കപ്പെട്ടത്. ഈ എതിർപ്പുകളെ തുടർന്നാണ് ഈ ബിൽ കൊണ്ടുവരാൻ മുൻകൈയെടുത്തിട്ടുള്ള അംബേദ്കർ അന്ന് മന്ത്രിസഭയിൽ നിന്ന് തന്നെ രാജിവെക്കുന്ന അവസ്ഥയുണ്ടായത്. അദ്ദേഹം രാജിവെക്കാൻ ഇടയായത് യഥാർത്ഥത്തിൽ ശത്രുക്കളെന്ന് മാത്രമല്ല കോൺഗ്രസിനകത്ത് ഉൾപ്പെടെയുള്ള ചില ശക്തികളുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വന്നു എന്നുള്ള നിലക്കാണ് അദ്ദേഹം രാജിവെക്കുന്ന നില ഉണ്ടായത്. It should be remembered that the opposition to this bill was led by Dr. Shama Prasanna Mukherjee, the founder of the Bharatiya Jana Sangh, which was the precursor to the current BJP. ഏകീകൃത സിവിൽ കോഡ് ഇടതുപക്ഷവും എന്ന വിഷയത്തിൽ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ഇപ്പോൾ പ്രകാശ് കാരാട്ട്. ഏകീകൃത സിവിൽ കോഡും ഇടതുപക്ഷവും എന്ന വിഷയത്തിൽ ന്യൂനപക്ഷ സാംസ്കാരിക സമിതി സംഘടിപ്പിക്കുന്ന സെമിനാറിൽ പ്രകാശ് കാരാട്ട് സംസാരിക്കുന്നു. തത്സമയം He said, and I quote, the BJP should first announce that the country is a Hindu Rashtra and impose the uniform civil code. So, a uniform civil code must be in alignment with a Hindu Rashtra. That is what they mean by a uniform civil code. ഞങ്ങൾ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒന്നല്ല. ഇത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചും അവരുടെ വ്യക്തിയവകാശങ്ങൾ നിലനിൽക്കുന്നതിന് ഇന്ത്യ രാജ്യത്ത് ഭരണഘടനാപരമായി പൗരാവകാശം നിലവിലുണ്ട്. ഇവിടെ വളരെ ബോധപൂർവം തങ്ങളുടെ ഹിന്ദുത്വ വർഗീയ അജണ്ട മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ വിഷയത്തെ BJP മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഈ വിഷയം ഉന്നയിക്കുന്നതിന്റെ യഥാർത്ഥമായ കാരണം എന്താണെന്ന് BJPയുടെ സഖ്യശക്തിയായിട്ടുള്ള ശിവസേനയുടെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമായിട്ടുണ്ട്. ശിവസേന തലവനായിട്ടുള്ള ഉദ്ധവ് താക്കറെ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞത് BJPയുടെ ഗവൺമെന്റ് അടിയന്തരമായി ഇന്ത്യ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുകയും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുകയും ചെയ്യണം എന്നാണ്. അപ്പൊ ഉദ്ദേശം വളരെ വ്യക്തമാണ്. രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഏകീകൃത സിവിൽ കോഡ് വിഷയം ഉന്നയിക്കുക എന്നുള്ളതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. The Law Commission of India, unfortunately, at the direction of the Modi government, has issued a questionnaire to different sections of society to elicit their opinion on how the Uniform Civil Code should be implemented in India. We have read that questionnaire, and that questionnaire itself reveals the intention or motive of the government. Recently, 2 members of the RSS have been included as members of the Law Commission of India. And they state that the purpose is to harmonize the cultures of India. That is, bring all cultures into one straitjacket. One uniform culture should be there. This is the RSS approach of one nation, one culture. Our party has prepared an effective rebuttal.